ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് 113. നമ്മൾ എൻജിനീയറിങ്ങിലും ടെക്നോളജി, വേദത്തിലുള്ള എൻജിനീയറിംഗ് ടെക്നോളജി എല്ലാം നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് റോക്കറ്റിൻ്റെ ഘടനയും വേഗതയെല്ലാം പറ്റിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്. അപ്പം റോക്കറ്റിൻ്റെ ഘടന പറയുമ്പോൾ ഒരു ഏകദേശ രൂപം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതായിട്ട് ഇപ്പം കാണേണ്ടതുള്ളൂ. റോക്കറ്റ് നിർമ്മിക്കേണ്ട വിധം പോലും അവർ വളരെ വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് കാണാം. ഇവിടെ സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു വിവരണം അവർ റോക്കറ്റിൻ്റെ ഘടനയെ പറ്റിയെല്ലാം പറയുകയാണ്. അതെന്താണെന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യജുർവേദം അധ്യായം 24 മന്ത്രം 26. ഋഷി പ്രജാപതി ദേവത ഭൂമ്യാദയ ചന്ദക ഭൂരിക അനുഷ്ടുപ്പ് സ്വരക ഗാന്ധാരക ഭൂമിയ ആഹുനാലഭതേ അന്തരിക്ഷായ പാങ്ക്രത്താൻ ദിവേകുശാൻ ദിഗ്ഭ്യോ നകുലാൻ ബഭ്രുഹാനവാന്തരദിശാഭ്യഃ. ഭൗമശാസ്ത്ര ബന്ധമുള്ളവർ എലിയെക്കുറിച്ച് പഠിച്ചാണ് നിലയങ്ങളെക്കുറിച്ച് അറിയുന്നത്. മാത്രമല്ല അന്തരീക്ഷത്തിൽ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെക്കുറിച്ചും പഠിക്കുന്നു. തവിട്ട് നിറമാർന്ന തൂവലുകളോടുകൂടിയ മയിലുകൾ ആകാശത്തെ ലക്ഷ്യമാക്കി പറക്കുന്നുണ്ട്. അവരെപ്പോഴും പറയുമ്പോഴും ഒരു ചില ഉദാഹരണങ്ങൾ സഹിതമാണ് പറയുക. അല്ലാതെ വരച്ചൊന്നും കാണിച്ചു തരാനുള്ള സൗകര്യമൊന്നും അവർക്കില്ല. അപ്പം പ്രകൃതിയിലുള്ള ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്കൊരു മാർഗനിർദ്ദേശമാണ് തരിക. ഇങ്ങനെയെല്ലാം വേണം നിങ്ങൾ അതിൻ്റെ ഘടന ഉണ്ടാക്കിയെടുക്കാൻ. കാരണം അവരെ പൂർവികർ പോലും പോയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അതിലൂടെ നമുക്ക് പറയുമ്പോൾ ആ ഉദാഹരണങ്ങൾക്കാണ് വലിയ പ്രാധാന്യം. ആ ഉദാഹരണങ്ങൾ വെച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഭൗമശാസ്ത്രജ്ഞർ എലികളെ കുറിച്ച് പഠിച്ചാണ് നിലയങ്ങളെ കുറിച്ചറിയുന്നത്. അതായത് ബഹിരാകാശത്ത് പോയ അവിടെ നിലയങ്ങൾ പണിയുമ്പോൾ അത് എങ്ങനെ വേണം, എലികളെ കുറിച്ച് പഠിച്ചിട്ട് വേണം നിലയങ്ങൾ പണിയാൻ. എലികൾ എങ്ങനെയാണ് താമസിക്കുന്നത് നോക്കണം. അതുപോലെയുള്ള നിലയങ്ങളാണ് പണിയേണ്ടത്. അല്ലാതെ അവിടെ പോയിട്ട് തുറന്ന സ്ഥലത്തൊന്നും താമസിക്കാനൊന്നും പറ്റില്ല. എലികൾ എങ്ങനെയാണോ താമസിക്കുന്നത്, മളത്തിലാണല്ലോ. അതിന്റെ ഘടന എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നിനും കേരിച്ചെല്ലാം പറ്റാത്ത തരത്തിൽ ആർക്കുന്നല്ല. അങ്ങനെയും ഒരു ഗൂഢമായ തരത്തിലാണ് എലികൾ ഉണ്ടാക്കുന്നത്, പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ. അതായത് നിലയങ്ങൾ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അങ്ങനത്തെ നിലയങ്ങളിലേ താമസിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് എലികളുടെ മാളങ്ങൾ അവർ പടം നോക്കിക്കഴിഞ്ഞാൽ എലിയുടെ മാളം ഇതുമാതിരി ആയിരിക്കും ഉണ്ടാവുക. കുറേ ഒരു ദ്വാരത്തിലൂടെ വന്നിട്ട് അവസാനം ഇത് നെറ്റിൽ നിന്ന് കാണുന്ന ഒരു എലിയുടെ മാളത്തിൻ്റെ പടമാണ്. ഇങ്ങനെയാണ് നമ്മളെ ബഹിരാകാശ നിലയത്തിൽ ആൾ കൂടുന്നത്. എങ്ങനെയാണ് നിലയങ്ങളിൽ ഏകദേശം അതേപോലെ തന്നെയാണ്. എലികൾ മാളത്തിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അതുപോലെയാണ് ബഹിരാകാശത്തിൽ പോകുന്നവരും. അവരുടെ ആ ചേംബറും എല്ലാം റോക്കറ്റിൽ ഫിക്സ് ചെയ്തിട്ട് അവർ ഇരിക്കുന്ന സ്ഥലമല്ല ഇതേമാതിരി ഒരു സ്ഥലമാണ്. അവിടെ എത്തിയിട്ട് നിലയത്തിലെത്തിക്കഴിഞ്ഞാലോ ഇതേമാതിരി അടച്ചുപൂട്ടി പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വേണം അങ്ങനെ വേണം ബഹിരാകാശ നിലയങ്ങൾ സ്ഥാപിക്കാൻ. അപ്പോൾ ഈ എലികളുടെ ആ മാളത്തിന്റെ ടൈപ്പിൽ സുരക്ഷിതമായ കാറ്റും വെയിലും ഒന്നും അടിക്കൂല അതിൻ്റെ അകത്ത്. അതുപോലെയുള്ള നിലയങ്ങൾ കാണാനും ഏകദേശം അതുപോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് മനുഷ്യർ കൂടുന്നതും അങ്ങനെ തന്നെയാണ്. എലികൾ പക്ഷെ അകത്ത് കുറച്ച് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടില്ലേ, മാള അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തെത്തുമ്പോൾ അതിന് കുറേ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാതിരി നിലയത്തിൻ്റെ അകത്ത് അവർക്ക് വേണ്ട എന്നാലും ഒരു ഞെരുക്കത്തിലാണ്. ബാഹ്യ ലോകമായിട്ടൊന്നും അങ്ങനെ
ബന്ധമില്ലാത്ത തരത്തിലാണ്, ഇലക്ട്രോണിക്സ് ബന്ധമല്ല, അത്തരത്തിലാണ് അവരുടെ കാര്യങ്ങൾ വേണ്ടത്. പിന്നെ എന്തുണ്ട്, പിന്നെ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെ കുറിച്ചും, കൂടാതെ കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികളെ കുറിച്ചും പഠിക്കും. കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികൾ, എന്നിട്ട് എന്ത് പറയുന്നു, തവിട്ട് നിറത്തിലുള്ള മയിലുകൾ ആകാശത്തെ ലക്ഷ്യമാക്കി പറക്കുന്നതിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതായത് അതിൽ നിന്നെല്ലാം നമ്മളുടെ റോക്കറ്റിന്റെ രൂപം, റോക്കറ്റിന്റെ എലിനെ പറഞ്ഞാൽ തന്നെ ഒരു രൂപം ഉണ്ട്, എലിയുടെ അതേ ഷേപ്പ് തന്നെയാണ് റോക്കറ്റിന്. അത് മാത്രമല്ല, ഇതേപോലെയുള്ള പക്ഷികൾ ഒന്നിനു മേലെ പറക്കുന്ന വരെയുള്ള സംവിധാനത്തിലാണ് നമുക്ക് ഈ ബഹിരാകാശ നിലയങ്ങളിലെ ഇത്. അതുമായി വിമാനത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും കാര്യങ്ങളാണ് പറയുന്നത്. വിമാനത്തിന്റെ ആണെങ്കിൽ പ്ലെയിനിന്റെ രൂപവും. കൂട്ടത്തോടെ പറക്കുന്ന പക്ഷികൾ എന്ന് പറയാൻ കാരണം റോക്കറ്റിന്റെ സൈഡിലും കുറെ സാധനം അതേപോലെ ഉണ്ട്. കാരണം നേരത്തെ കണ്ടല്ലോ, റോക്കറ്റിന്റെ സൈഡിൽ കൂട്ടത്തോടെ പറക്കുന്ന മാതിരി ഇവിടെ റോക്കറ്റിന്റെ സൈഡിലും ചെറിയ ചെറിയ റോക്കറ്റിന്റെ ഭാഗമാതിരിയുള്ള കൺട്രോളിങ് ഇതെല്ലാം കാണാം. അപ്പൊ ഒരു കൂട്ടത്തോടെ പക്ഷികൾ പറക്കുന്ന മാതിരിയാണ് ഒറ്റ റോക്കറ്റില് ഒറ്റൊന്നല്ല, ഇത് ഒന്നായിട്ടല്ല, ഇതിന്റെ സൈഡുകളിൽ കുറെ എണ്ണം പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെയുള്ള സാധനങ്ങൾ. അപ്പൊ കുറെ പക്ഷികൾ ഒന്നിച്ച് പറക്കുന്ന മാതിരിയുള്ള ഒരു അവസ്ഥയിലേക്കാണ് അത് ഉള്ളത്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ബഹിരാകാശത്തെ ഇപ്പം വിമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇത്തരം മയിലുകളെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം പഠിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ശാസ്ത്രജ്ഞര് വിമാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പക്ഷികളെയെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബഹിരാകാശ നിലയം ഉണ്ടാകുമ്പോൾ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുമ്പോൾ എലികളെയെല്ലാം നോക്കിയിട്ടാണ്. എലികളെ നോക്കോ ഇല്ല എന്നുള്ളത് വേറൊരു വശം. പക്ഷെ അവർ പറഞ്ഞു തരുന്ന ഇതാണ്, ഏകദേശം എലികൾ എങ്ങനെയാണോ അതിൻ്റെ അകത്ത് കൂടുന്നത് അതുപോലെ പോകണം ബഹിരാകാശ നിലയങ്ങളിൽ. ഇവിടെ പറയുന്ന ഇതിനെ പറ്റിയാണ്. ഭൗമശാസ്ത്രജ്ഞൻ എലികളെ കുറിച്ച് പഠിച്ചാണ് നിലയങ്ങളെ കുറിച്ച് അറിയുന്ന. ബഹിരാകാശ നിലയങ്ങളെ കാര്യമാണ് പറയുന്നത്, റോക്കറ്റിന്റെ കാര്യം മാത്രമല്ല. അവിടെ പോയിട്ട് താമസിക്കേണ്ട നിലയങ്ങൾ ഉണ്ടാക്കുന്നത്, അതാണ് എലികളെ മാളന്മാരിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പഠിച്ചിട്ട് വേണം ചെയ്യണം എന്ന് പറയുമ്പോൾ ഇന്നുള്ളവർക്ക് ഇതെല്ലാം പറയുമ്പോൾ ഏകദേശം മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏകദേശം പറഞ്ഞു തരുമോ ഇങ്ങനെയെല്ലാം വേണം നിങ്ങളെ പരിപാടികൾ, ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം വേണം ചെയ്യാൻ. ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 29 മന്ത്രം 5. ഋഷി ബൃഹദുക്തോ വാമദേവ ദേവതാഗ്നി ചന്ദതൃഷ്ടുപ്പ് സ്വരഃ ദൈവത ഏത ഉവ സുഭഗ വിശ്വരൂപ വിവക്ഷോഭിഷ്ടയമാണ ഉദാതൈഃ ഋഷ്വാസദീകവശ ശംഭുമാനാ ദ്വാരോ ദേവി സുപ്രയാണ ഭവന്തു. ഈ വാതായനങ്ങൾ മനോഹരങ്ങളാണ്, വ്യത്യസ്തങ്ങളായ നിറങ്ങളെ ധരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ശബ്ദമുള്ളതും ഔന്നിത്യം പ്രാപിച്ചതും മനോഹരവും രണ്ടിടങ്ങളിലൂടെ കടന്നു പോകുന്നതും പറവകളെ പോലെയുമാണ്. ഇവിടെ പറയുന്നത് ഈ വാതായനങ്ങൾ മനോഹരങ്ങളാണ്, ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണെന്നാണ് പറയുന്നത്. സംഗതി മനോഹരം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഈ വാതായനങ്ങൾ അതിന്റെ ഫിനിഷെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ ഫിനിഷ് അത്ര വേണം. അല്ല, നമുക്ക് അടുത്ത അതിനെ നിർമ്മിക്കുന്ന വിധം പറയുന്നിടത്ത് കാണാം ഫിനിഷ് അത്രയും നല്ല ഫിനിഷ് ആയിരിക്കണം. ഫിനിഷ് അല്ലെങ്കിൽ ഒരു ക്രാക്ക് പോലും ഉണ്ടാകാൻ പാടില്ല, അത്രയും ഫിനിഷ്. അതിന്റെ പ്രാധാന്യമല്ല സർഫസ് ഫിനിഷ് എന്നെല്ലാം പറയും. അതിനെല്ലാം വലിയ ഘടകങ്ങളുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ക്രാക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യം. അതുകൊണ്ടാണ് പറയുന്നത് ഈ വാതായനങ്ങൾ മനോഹരങ്ങളാണ്. പല നിറം ധരിക്കും, അതായത് തിളങ്ങും. അത് നിറം ധരിക്കും എന്ന് പറഞ്ഞാൽ അത് തിളങ്ങും. അത്
അത്രയും ഫിനിഷുള്ള സാധനമാണിത്. പിന്നെയോ ശബ്ദമുണ്ടാക്കും, ശബ്ദിച്ചിട്ട് കൊണ്ടാണത് പോവുക. പിന്നെയോ രണ്ടിടങ്ങളിലൂടെ കടന്നു പോകും. എന്താണ് രണ്ടിടങ്ങളിലൂടെ കടന്നു പോകുന്നത്? അന്തരീക്ഷത്തിലൂടെയും കടന്നു പോകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായുവിലുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അന്തരീക്ഷമൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് ഇത് കടന്നു പോകും. അപ്പൊ ഇത് രണ്ട് തരത്തിലൂടെ പോകണം. അന്തരീക്ഷത്തിലൂടെയും പോകണം, വായുവെല്ലാം ഉള്ള സ്ഥലത്തോട്ടിയും പോകണം, എല്ലാത്ത സ്ഥലത്തോട്ട് ഈ സംഗതി പോകും. പിന്നെയോ പറവകളെ പോലെയാണ് അതിന്റെ ഘടന. ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 33 മന്ത്രം 7. ഋഷി വിശ്വാമിത്ര ദേവത വിദ്വാംസഃ ഛന്ദഃ സ്വരാട് പങ്ക്തി സ്വരഃ പഞ്ചമഃ ത്രീണീശതാ ത്രിസഹസ്രാണ്യഗ്നിം ത്രിംശച്ച ദേവാ നവ ചാസപര്യൻ ഔഷൻ കൃതൈർ അസ്തൃണൻ ബർഹിർസ്മ ആദിത്യോദാരം നസാദയന്ത. സാമർഥ്യം തികഞ്ഞ യന്ത്രജ്ഞന്മാർ അഗ്നിയെ ഉപയോഗിച്ച് 3339 മൈലുകളോളം ഓടിക്കുന്നു. അന്തരീക്ഷം നിർമ്മിക്കുന്നതിന് വേണ്ടി അഗ്നിജലങ്ങൾ ഒന്നായിരിക്കുന്നു. ഈ അഗ്നിക്ക് വേണ്ടിയാണ് ഹോതാവ് ഹവിസ് അർപ്പിക്കുന്നത്. ഈ സൂക്തത്തില് അല്ലെ മന്ത്രത്തില് വിമാനത്തിന്റെ സ്പീഡിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് എത്ര വരെ സ്പീഡിൽ വിമാനം പോകാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശമാണ് ഇവിടെ പറയുന്നത്. അതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സമർത്ഥരായ യന്ത്രജ്ഞന്മാർ, അതായത് വിമാനമെല്ലാം ഉണ്ടാക്കുന്നതിൽ സമർത്ഥരായ യന്ത്രജ്ഞന്മാർ അഗ്നിയെ ഉപയോഗിച്ച് 3339 മൈൽ വേഗത്തിൽ ഓടിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം 3339 മൈൽ സ്പീഡിലാണ് സമർത്ഥരായവർ ഓടിക്കുന്നത് എന്ന് പറയുകയാണ്. യന്ത്രജ്ഞന്മാർ അഗ്നി ഉപയോഗിച്ച് അത്രയും സ്പീഡിൽ ഓടിക്കും. അത് എന്ന് പറയുന്നത് ഏകദേശം 5373 വരും. എന്നാൽ ഇന്നത്തെ വിമാനത്തിന്റെ സ്പീഡിലെല്ലാം നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ് എത്രയാണെന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു 5000-ന്, അതായത് ഈ പറയുന്ന കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ 5373 ആണെങ്കിൽ ഒരു 5000-ന് അടുപ്പിച്ചു അതിന് താഴെയുള്ള സ്പീഡ് തന്നെയാണ് മാക്സിമം. പക്ഷേ ഏറ്റവും കൂടുതൽ ഏതാണെന്നുള്ള അവിടെ നോക്കിക്കഴിഞ്ഞാൽ 7244 കിലോമീറ്റർ വരെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നെറ്റിൽ നോക്കിയാൽ മതി, അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം സാധാരണ ഓടിക്കുന്ന സ്പീഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നല്ല കഴിവുള്ള ആൾക്കാർ 5373 സ്പീഡിൽ ഓടിക്കും. ഇന്നും ഓടിക്കുന്നതല്ല ഏകദേശം 5000-ന് താഴെയാണ്. പക്ഷെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്ന നിലയിൽ ഒരു വർഷത്തിൽ അത് ഒരു പ്ലെയിനിൽ 7244 വരെ ഓടിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് അതിൻ്റെ മാക്സിമം ഒരാളുടെ കപ്പാസിറ്റിയാണ്. ഇവിടെ പറയുന്നത് ഒരു ആവറേജ് ആയിരിക്കാനാണ് സാധ്യത. സമർത്ഥരായ യന്ത്രജ്ഞർ അഗ്നി ഉപയോഗിച്ച് 3339 മൈൽ വേഗത്തിൽ ഓടിക്കും എന്ന് പറയുകയാണ്. ആർക്കും ഓടിക്കാം സമർത്ഥരാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അച്ചീവ് ചെയ്തിരിക്കുന്ന ആ സ്പീഡിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് വരുന്നത്. അത് എങ്ങനെയാണെന്നും ഇനി പറയുകയാണ്. പിന്നെ പറയുന്നത് അതിനുവേണ്ടി അഗ്നിജലങ്ങൾ ഒന്നിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ അഗ്നിജലങ്ങൾ എന്ന അർത്ഥത്തിൽ എടുക്കണ്ട. ജലം എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്. ഒഴുകുന്ന അഗ്നിയെ ഒന്നിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സയൻസിലൂടെ നമ്മൾ വീക്ഷിച്ചിട്ട് വ്യാഖ്യാനിക്കണം. നമ്മളുടെ വ്യാഖ്യാനങ്ങളെല്ലാം ഭാഷാ പണ്ഡിതർ വ്യാഖ്യാനിക്കുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴും അതിന് വ്യത്യസ്തത വരും. അപ്പോൾ അഗ്നിജലങ്ങൾ യോജിപ്പിക്കുക എന്നൊന്നും പറയുന്നതിൽ ആ തരത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് അഗ്നികളെ ഒന്നിപ്പിക്കുന്നു, ഒന്നാക്കിയിരിക്കുന്നു.
ഒന്നാക്കുന്നു. അതായത് അഗ്നിയെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വരുന്ന ഊർജത്തെ, ഇപ്പോൾ വായു കൊണ്ടാണ് വിമാനം ചലിക്കുന്നത്. ആ ചലിക്കുമ്പോൾ അതിന് സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന തത്വം നോസിൽ തത്വമാണ്. അവയെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വിട്ടിട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് ആ തള്ളിച്ച കിട്ടുന്നത്. നോസിൽ തത്വം എന്നെല്ലാം പറയും. അവിടെ അഗ്നിയെയും ഊർജത്തെയും അല്ലെ അതുള്ള ആ വായുവിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു നോസിലൂടെ കടത്തി വിടുമ്പോഴാണ് ശക്തിയായ നിലയിൽ വിമാനം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു നോസൽ തത്വമായിട്ട് എടുത്താൽ മതി. എന്നിട്ട് എന്ത് വേണ്ടുവന്നു? ഈ അഗ്നിക്ക് വേണ്ടിയാണ് ഹോതാവ് ഹവിസ് അർപ്പിക്കുന്നത്. അത്തരം അഗ്നികൾക്ക് വേണ്ടി ഹോതാവ് ഹവിസ് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത്തരം ഹവിസ് അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ധനങ്ങൾ, അതിന് യോജിച്ച ഇന്ധനങ്ങൾ അർപ്പിക്കുമ്പോൾ അത് കത്തുകയും അതിൽ നിന്നുള്ള വായുപ്രവാഹവും ഊർജവും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക തരത്തിൽ പുറത്തേക്ക് ശക്തിയിൽ തള്ളുമ്പോഴാണ് വിമാനം മുന്നോട്ടേക്ക് പ്രവഹിക്കുന്നത്, പോകുന്നത്. അതിലാണ് അതിൻ്റെ സ്പീഡെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഘടകങ്ങൾ വരുന്നത്. ഇതെല്ലാം എയറോനോട്ടിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ അതിലേക്കൊന്നും അധികം കിടക്കേണ്ട. ഇതിപ്പം സാധാരണ ഒരു ആശയം പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇങ്ങനെയെല്ലാണ് വിമാനത്തിൻ്റെ വേഗത കൂട്ടേണ്ടത് എന്നുള്ള ഒരു ആശയമല്ല ഇവിടെ പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ചില തത്വങ്ങൾ മാത്രം അവർ ചില ഉദാഹരണങ്ങളെല്ലാം സഹിതമാണ് വേദങ്ങൾ നമുക്ക് വിവരിച്ച് തരുന്നത്.